കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടി മറ്റൊരു വിഷയത്തിലും നേരിട്ടിരിക്കുന്നു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്കിംഗ് യൂണിറ്റിന് സുപ്രീം കോടതിയുടെ പൂട്ട്. കേന്ദ്ര സർക്കാരിന്റെ വിജ്ഞാപനം കോടതി സ്റ്റേ ചെയ്തു. കേന്ദ്ര സർക്കാർ നീക്കം അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റമാണെന്ന് കോടതി പറഞ്ഞു. ശ്യാം ദേവരാജ് തുടരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്യാം, ഇപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റം എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതി നടപടിയെടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് കോടതി നിരീക്ഷണങ്ങൾ ഇക്കാര്യത്തിൽ? കേന്ദ്രം അല്ലെങ്കിൽ പാർലമെന്റ് കൊണ്ടുവന്ന IT നിയമത്തിന് കീഴിൽ ഒരു ചട്ടങ്ങൾ രൂപീകരിച്ചിരുന്നു. ഈ ചട്ടത്തിന് കീഴിലാണ് ഫാക്ട് ചെക്കിംഗ് യൂണിറ്റ് എന്ന ഒരു സംവിധാനം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയ്ക്ക് കീഴിൽ കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയം കഴിഞ്ഞ ദിവസം രൂപീകരിച്ചത്. കഴിഞ്ഞ ദിവസം, അതായത് മാർച്ച് 20-നാണ് ഇത് സംബന്ധിച്ച വിജ്ഞാപനവും പുറത്തിറങ്ങിയത്. ഈ വിജ്ഞാപനം ചോദ്യം ചെയ്ത് സാമൂഹിക മാധ്യമങ്ങളിലെ താരവും അല്ലെങ്കിൽ കൊമേഡിയനും കൂടിയായ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ കൂടിയായ കുനാൽ കമ്രയാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. ഈ ഹർജിയിലാണ് കേന്ദ്ര സർക്കാരിന്റെ നടപടി, അതായത് ഫാക്ട് ചെക്കിംഗ് യൂണിറ്റ് സംവിധാനം വിജ്ഞാപനം ചെയ്ത ആ വിജ്ഞാപനത്തിന് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഇത് സ്റ്റേ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്ര സർക്കാരിന്റെ 2023 IT ചട്ടങ്ങൾ ചോദ്യം ചെയ്തുള്ള ഒരു ഹർജി ബോംബെ ഹൈക്കോടതിയിൽ നിലവിലുണ്ട്. ബോംബെ ഹൈക്കോടതി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് വരെ ഈ ഫാക്ട് ചെക്കിംഗ് യൂണിറ്റ് നടപ്പാക്കേണ്ടതില്ല എന്നതാണ് സുപ്രീം കോടതി നൽകിയ നിർദ്ദേശം. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി ഇപ്പോൾ ഈ ഫാക്ട് ചെക്കിംഗ് യൂണിറ്റ് സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഫാക്ട് ചെക്കിംഗ് യൂണിറ്റ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത് സാമൂഹിക മാധ്യമങ്ങളിലെ ഇടപെടൽ കൂടുതൽ കർശനമാക്കാൻ വേണ്ടിയാണ്. പ്രത്യേകിച്ചും സർക്കാർ വിരുദ്ധ പോസ്റ്റുകൾ ഉൾപ്പെടെ വന്നാൽ സാമൂഹിക മാധ്യമങ്ങളിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഉൾപ്പെടെ ഉള്ള സാമൂഹിക മാധ്യമങ്ങളിൽ അത്തരം പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടാൽ അതിനെ ഫ്ലാഗ് ചെയ്യുകയും സ്വാഭാവികമായും ഈ കമ്പനികൾക്ക് അല്ലെങ്കിൽ സാമൂഹിക മാധ്യമത്തിന്റെ നടത്തിപ്പുകാരായ കമ്പനികൾക്ക് അതിനെ അധികം പ്രൊമോഷൻ നൽകാതെ താഴേക്ക് വലിക്കേണ്ടി വരികയും ചെയ്യും, അല്ലെങ്കിൽ അധികം കൂടുതൽ ആളുകളിലേക്ക് റീച്ച് എത്തുന്നതിന് കഴിയുകയുമില്ല. ഇത്തരമൊരു നടപടിയാണ് ഫ്ലാഗ് ചെക്കിംഗ് യൂണിറ്റ് എന്നതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഉദ്ദേശിച്ചിരുന്നത്. ഈ നടപടിക്കാണ് സുപ്രീം കോടതി ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഓൺലൈനിൽ വരുന്ന വാർത്തകൾ വസ്തുതാപരമാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഈ ഫാക്ട് ചെക്കിംഗ് യൂണിറ്റ് ഏർപ്പെടുത്തിയിരുന്നതും. ചീഫ് ജസ്റ്റിസ് ഡോക്ടർ DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് നേരത്തെ ഈ ഹർജി പരിഗണിക്കുകയും കുനാൽ കമ്രയുടെയും ഒപ്പം ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരുടെ എഡിറ്റേഴ്സ് ഗിൽഡിന്റെ ഉൾപ്പെടെയുള്ള ഹർജികൾ പരിഗണിച്ച ഈ കേന്ദ്ര സർക്കാരിന്റെ നടപടി ഫാക്ട് ചെക്കിംഗ് യൂണിറ്റ്. വിവരങ്ങൾ നൽകിയത് കേന്ദ്ര സർക്കാരിന് ഇക്കാര്യത്തിൽ വീണ്ടും തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്.